ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റൂട്ട്സ് വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണേ. നേരത്തെ ചെയ്ത ഷോർട്ട് വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബിഗിനേഴ്സായ അഥവാ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പല ആളുകൾക്കും ഉള്ള ഡൗട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഹറാമാണോ ഹലാലാണോ എന്ന്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഹലാലും ഹറാമും ഉണ്ട്. നമ്മൾ ഒരു സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത് ലാഭമുണ്ടാക്കുന്നതാണെങ്കിൽ, ഉദാഹരണത്തിന് ബാങ്കിങ് സെക്ടേഴ്സ്, അതുപോലെ തന്നെ ആൽക്കഹോള്, ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് ഹറാമായിരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് കമ്പനികളുണ്ടാകും. അപ്പോൾ ആ കമ്പനികളിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ ഹലാലായ മ്യൂച്വൽ ഫണ്ടുകൾ വേറെ തന്നെ ഉണ്ട്. അത് നമുക്ക് തിരഞ്ഞെടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ട്രേഡിങ്, അതും ഹറാമ് ആവാനാണ് സാധ്യത. കാരണം ഉള്ള ക്യാഷ് അന്നേ ദിവസം തന്നെ ഡബിളാക്കുകയും അതേപോലെ തന്നെ ഉള്ള കാശ് ഒറ്റയടിക്ക് കളയുന്നതുമാണ് ട്രേഡിങ്. അത് ഹറാമാവാനാണ് സാധ്യത. ഇനി ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന ആളുകൾ പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നല്ല കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയും ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ സെബി രജിസ്റ്റേർഡായ ആളുകൾക്ക് മാത്രമേ കമ്പനികളെ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ട്രേഡിങ് ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അത് നമ്മുടെ ക്യാഷ് കളയാനേ കൂടുതലും ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ അതിന് മാത്രം പഠിച്ച് നമ്മൾ ചെയ്യണം. പിന്നെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രേഡിങ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ക്യാഷ് വാങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഫ്രീ ആയിട്ടുള്ളതും ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. ഒരിക്കലും ഒരാൾക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒക്കെയാണ് സത്യം. പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാൻഡിലിനും പിന്നെ ഓരോ ടെക്നിക്കലായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് ക്ലാസ്സുകളിൽ കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുറേയൊക്കെ നമ്മൾ മാർക്കറ്റ് കണ്ട് പഠിച്ച് ചെയ്യുന്നതാണ്. പിന്നെ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പഠിക്കാൻ ആവശ്യമുള്ളവർക്കൊക്കെ പഠിച്ച് ചെയ്യാം. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു ബ്രോക്കറെ ആവശ്യമാണ്. ബ്രോക്കർ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ഏഞ്ചൽ വൺ എന്ന ഒരു ബ്രോക്കറാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏഞ്ചൽ വൺ എന്ന ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് ആധാറും പാൻ കാർഡും ഉള്ള ആൾക്കേ അതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ആ 2 രേഖയും ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. പിന്നെ
അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്ത ആളുകൾക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരുന്നതാണ്. പിന്നെ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ഏറ്റവും വില കുറഞ്ഞ പെന്നി സ്റ്റോക്കുകൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒരിക്കലും വാങ്ങരുത്. മാർക്കറ്റിനെ കുറിച്ച് അറിവുള്ള ആളുകളോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധയോടെ ചെയ്താൽ നിങ്ങൾക്കും മാർക്കറ്റിൽ വിജയിക്കാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.